നമസ്കാരം, വി ഡി ബിന്ദോയ. പ്രിയമുള്ളവരെ, അതിദരിദ്രരില്ലാത്ത കേരളമെന്ന് ഫ്ലെക്സ് ബോർഡുകൾ വെച്ച് കഴിഞ്ഞ 10 വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച ഒരു സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത്. ആ കേരളത്തിൽ പിറവത്ത് വിശന്ന് ജീവിക്കാൻ കഴിയാതെ 2 പിഞ്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ഒരു കുടുംബം ആത്മഹത്യ ചെയ്തിരിക്കുന്നു എന്ന വാർത്ത നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതാണ്. മറ്റുള്ളവർക്ക് ഭാരമായി തീരുന്നു എന്ന് തോന്നുമ്പോൾ, ആത്മാഭിമാനം ചോർന്നു പോകുമ്പോൾ, ജീവിതമെന്ന യാത്ര അവസാനിപ്പിക്കാൻ തൻ്റെ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ഉൾപ്പെടെ ആത്മഹത്യയിൽ അഭയം തേടിയ ഒരു കുടുംബം. ഇന്ന് ആ കുടുംബത്തെ ഓർത്ത് കേരളത്തിൽ സഹതാപ തരംഗം നടക്കുകയാണ്. ഒരു സഹതാപ തരംഗം എന്ന് തന്നെ പറയാം. എന്തിനാണ് ഈ സഹതാപ തരംഗം എന്ന് എനിക്ക് തോന്നിപ്പോവുകയാണ്. ഒന്ന് കൈനീട്ടിയിരുന്നുവെങ്കിൽ, ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ, അവരുടെ ജീവന്റെ വിലയായ ഒരു നേരത്തെ അന്നം നൽകിയിരുന്നുവെങ്കിൽ ഇന്ന് ആ കുടുംബം ആത്മഹത്യ ചെയ്യാതെ നമുക്ക് മുമ്പിൽ ഉണ്ടാകുമായിരുന്നു എന്ന് പറയാതിരിക്കാൻ വേണ്ടി കഴിയില്ല. എന്നാൽ ഇതിനുള്ളിൽ ആ പിറവം പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ അഭിനന്ദിക്കാനും ഞാൻ മറക്കുന്നില്ല. എന്നാൽ ആ കുടുംബം അനാഥമായി തീരുമ്പോൾ, അന്നമില്ലാതെ വിഷമിക്കുമ്പോൾ, പാർപ്പിടമില്ലാതെ വിഷമിക്കുമ്പോൾ അവരുടെ പഞ്ചായത്ത് മെമ്പറും അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും എന്തെടുക്കുകയായിരുന്നു എന്ന് നാം ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപ മുടക്കി ആഡംബരമായി നിർമ്മിച്ച് നമ്മുടെ ദേവാലയങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് അവർ ഒരു അന്നത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണു തുറക്കാത്ത ദൈവങ്ങൾക്ക് മുമ്പിൽ എന്തിനാണ് ഇനിയും നമ്മൾ കാണിക്കയർപ്പിക്കുന്നത് എന്നെൻ്റെ മനസ്സിന് തോന്നിപ്പോവുകയാണ്.